ഹിന്ദുക്കളുടെ ആചാരങ്ങളൊന്നും മാന്യമായിട്ട് നടക്കരുത്. ഇതാണ് സർക്കാരിന്റെ ഒരു ഉദ്ദേശം. കുഞ്ഞിന്റെ അച്ഛൻ പോയതാണ് തോക്കെടുക്കാൻ. ഇതുവരെ തന്തങ്ങ് വന്നിട്ടില്ല. ഇങ്ങനൊന്നും അല്ലായിരുന്നു ഇവിടെ. കാശ് മതിയോ? സൗകര്യമുണ്ട്. വേറെ തന്ത്രിമാര് വന്നിട്ട് ഇത് ചെയ്യാമായിരുന്നല്ലേ? പിന്നെ ഇത് എന്തൊരു സംവിധാനം ഇത്? ഇത്തിരി കണ്ടോ, അങ്ങോട്ട് വരുന്ന ഒരു വലിയ അവിടെ ജാവം കിടക്കുന്നു. ഇത് ഇവര് കാശടിക്കാൻ വേണ്ടി മാത്രമാ ഉള്ള ജനങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് കൂട്ടി ഈ ഷെഡ് ഉണ്ടായിക്കൊണ്ട് കായ് വിരിക്കുക. ഇവിടെ വരുന്ന സാധാരണ എല്ലാ വർഷവും ചെയ്യുന്ന കണക്ക് എല്ലാവർക്കും ചെയ്തിരുന്നെങ്കിൽ ഇതൊന്നും വരുത്തില്ല. ഇത്രയും തെള്ളു വരുത്തില്ല, വിഷമം വരുത്തില്ല. കാശിന് വേണ്ടി മാത്രം ഉള്ള കാര്യങ്ങളല്ല, ഒന്നുമല്ല. ദേവസ്വം ബോർഡിന്റെ അഴിമതിയും കെടുകാര്യസ്ഥയും മൂലം തിരുമുല്ലാമരത്ത് ബലിയിടാൻ വന്ന നൂറുകണക്ക് ജനങ്ങൾ ബലിയിടാൻ തിരിച്ചു പോകുന്നു. ദേവസ്വം ബോർഡിന്റെ മെയിൻ സ്റ്റാളിൽ അടിയുടെ വക്കിലെത്തിയിരിക്കുകയാണ്. സംഘർഷാവസ്ഥ സ്ഥിതി നിലനിൽക്കുന്നുണ്ട്. വന്ന നൂറിലധികം ആൾക്കാർ ബലി കർമ്മം നടത്താതെ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. കാശ് മതിയോ? സൗകര്യമുണ്ട്. വേറെ തന്ത്രിമാര് വന്നിട്ട് ഇത് ചെയ്യാമായിരുന്നല്ലേ? പിന്നെ ഇത് എന്തൊരു സംവിധാനം ഇത്? ഇത്തിരി കണ്ടോ, അങ്ങോട്ട് വരുന്ന ഒരു വലിയ അവിടെ ജാവം കിടക്കുന്നു ഇടികൊണ്ട്. എന്നിട്ടും പോലും ഇത് ഇവര് കാശടിക്കാൻ വേണ്ടി മാത്രമാ ഉള്ള ജനങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് കൂട്ടി ഈ ഷെഡ് ഉണ്ടായിക്കൊണ്ട് കായ് വിരിക്കുക. ഇവിടെ വരുന്ന സാധാരണ എല്ലാ വർഷവും ചെയ്യുന്ന കണക്ക് എല്ലാവർക്കും ചെയ്തിരുന്നെങ്കിൽ ഇതൊന്നും വരുത്തില്ല. ഇത്രയും തെള്ളു വരുത്തില്ല, വിഷമം വരുത്തില്ല. കാശിന് വേണ്ടി മാത്രം ഉള്ള കാര്യങ്ങളല്ല, ഒന്നുമല്ല. ജനങ്ങൾ കിടന്ന് കഷ്ടപ്പെടുക. ചവിട്ടി തേക്കും അവിടെ കിടന്ന ആളുകൾ ചുമ്മാ കൊണ്ടുവന്ന് എന്താ ചെയ്യുന്നത്? ജനങ്ങളെ പൈസ മൊത്തം ദേവസ്വം ബോർഡ് വേണം. ദേവസ്വം ബോർഡിന് ഈ കാശ് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നത്. ജനങ്ങൾക്ക് ഗുണം ചെയ്യാനല്ല. ഇതിന് മേലാൽ ആവർത്തിക്കരുത്. ജനങ്ങൾക്ക് വേറെ സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. ഇത് ചുമ്മാ ദേവസ്വം ബോർഡിന്റെ അഴിമതിയും കെടുകാര്യസ്ഥയും മൂലം തിരുമുല്ലാമരത്ത് ബലിയിടാൻ വന്ന നൂറുകണക്ക് ജനങ്ങൾ ബലിയിടാൻ തിരിച്ചു പോകുന്നു. ദേവസ്വം ബോർഡിന്റെ മെയിൻ സ്റ്റാളിൽ അടിയുടെ വക്കിലെത്തിയിരിക്കുകയാണ്. സംഘർഷാവസ്ഥ സ്ഥിതി നിലനിൽക്കുന്നുണ്ട്. വന്ന നൂറിലധികം ആൾക്കാർ ബലി കർമ്മം നടത്താതെ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ഇങ്ങനെ സാഹചര്യം ഉണ്ടാകാനുള്ള കാരണം എന്താ? കാരണം ഇവിടെ തെറ്റും തിരക്ക് നിയന്ത്രിക്കാൻ ആരുമില്ല. പോലീസ് സേനയില്ല, ദേവസ്വം ബോർഡ് ഇവിടെ ആരുമില്ല. വന്ന ആൾക്കാർ കൂപ്പൺ തിരിച്ചു കൊടുക്കാൻ പൈസ പൈസ കൊടുക്കുന്നില്ല. അവിടെ സ്റ്റാളി വെള്ളമില്ല, പൂജാദ്രവ്യങ്ങളില്ല. 1 മണി കൊണ്ട് പൂജ നിർത്തിച്ചിരിക്കുകയാണ് അവിടെ. അല്ല, ഇവിടെ ഇത്രയും സ്ഥലങ്ങളുണ്ടല്ലോ, ഈ സ്ഥലത്തൊന്നും അവരിത് കൊടുക്കാത്ത ഇത് നല്ലത് നടക്കും. നേരത്തെ ഹിന്ദു ഐക്യവേദിയുടെയും മറ്റു നല്ല സ്റ്റാളുണ്ടായിരുന്നു. പ്രൈവറ്റ് ആൾക്കാരെ ഒഴിവാക്കി ദേവസ്വം ബോർഡ് കാശുണ്ടാക്കാൻ വേണ്ടിയാണിത്. അല്ലാതെ വേറൊന്നുമല്ല ഇവിടെ നടക്കുന്ന കർമ്മങ്ങൾ. ഇവിടെ ബലികർമ്മമല്ല നടക്കുന്നത്. ജനങ്ങളെ വഞ്ചിക്കുകയാണ്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ദേവസ്വം ബോർഡിന് എന്ന് കൊടുത്ത് അന്ന് ഇവിടെ ഈ സ്തംഭിച്ചു. ഇവിടെ എന്താണ് ദേവസ്വം ബോർഡിന്റെ വരുമ്പോ എന്താണ് ആദ്യം വേറൊന്നും പറയണ്ട. ഹിന്ദുക്കളുടെ ആചാരങ്ങളൊന്നും മാന്യമായിട്ട് നടക്കരുത്. ഇതാണ് സർക്കാരിന്റെ ഒരു ഉദ്ദേശം. അല്ലല്ലേ ഇവിടെ എന്തോ സംഭവിച്ചത്? 5 മണിക്ക് വന്ന് പിന്നെ ടോക്കെടുക്കാൻ പോയ ഒരു കൊച്ചായിരിക്കുന്നത്. ആ അച്ഛനെ കാത്തിരിക്കുകയാണ് കൊച്ചു. 5 മണിക്ക് പോയെ. ഇതൊക്കെ തന്നെ കുഴപ്പം. ടോക്കൺ എടുക്കാൻ ഒരു ക്യൂ. കുഞ്ഞിന്റെ അച്ഛൻ പോയതാണ് തോക്കെടുക്കാൻ. ഇതുവരെ തന്തങ്ങ് വന്നിട്ടില്ല. ഇങ്ങനൊന്നും അല്ലായിരുന്നു ഇവിടെ. ഇങ്ങനെ കാണാമായിരുന്നു ഇവിടെ. ഈ അറ്റം മുതൽ ഈ അറ്റം വരെ പന്തലായിരുന്നു, വെലിപ്പന്തല്. അന്നൊന്നും ഈ ശല്യമില്ലായിരുന്നു. ഇപ്പൊ ബലി പന്തലിടാൻ സമ്മതിക്കുന്നില്ല, നടക്കുന്നില്ല. ദേവസ്വം ബോർഡ് അതിനെ കൊണ്ടായിരിക്കും. ഈ മരണാനന്തര കർമ്മങ്ങൾക്ക് വിളിച്ച് ആരെങ്കിലും വരൂ? ഇവരാരും വരുന്നില്ല. അതിന് വേറെ കർമ്മികൾ വരണം. അവർക്കുള്ള ഭോജനോട് ഇല്ലാതായില്ല ഇപ്പോൾ. അതാണ് ഇങ്ങനെ നടക്കുന്നത്. ഇത്ര ആൾക്കാർ രാവിലെ വന്നവരാ. ഇപ്പോൾ ഇത്രയും കിടന്ന് ഞങ്ങൾ തെള്ളുക. ഈ റെസീറ്റ് എഴുതാനായിട്ട് എവിടെ പോയി നിൽക്കും? വെളുപ്പിനെ വന്നതാണ് ഞാൻ. ഇതേവരെ രസീത് പോലും എഴുതാനൊത്തില്ല. ഇതേവരെ ഈ തിരക്കിനകത്ത് എവിടെ പോയി രസീത് എഴുതാനാണ്? ഒരുപാട് പേര് ബലിയിടാതെ പോയപ്പോൾ വന്ന ഒരു 90% ആൾക്കാരും ബലിയിടാതെ പോയി, കടലിൽ കുളിച്ചിട്ട് പോയി. ദേവസ്വം ബോർഡ് ഏറ്റെടുത്തപ്പോൾ അവർക്ക് അവരുടെ ടോക്കൺ എടുത്ത് നമ്മളിവിടെ നിൽക്കുക. അവർക്ക് സമയമുള്ളപ്പോൾ നമുക്ക് വീട്ടിൽ പോകണ്ടേ ഓരോരുത്തർക്കും. അവരെല്ലാവരും ഓരോരുത്തർ പോയി അവരെ വഴി. മറ്റേ പരിപാടി നല്ലോണം നടക്കുന്നില്ല. അപ്പോൾ ഈ ദേവസ്വം ബോർഡ് മാത്രം ഈ പൈസകളെല്ലാം കൊണ്ടുവരാനോ ഈ മറ്റുള്ള ആൾക്കാരെ അതിനുവേണ്ടി തന്നെ? പിന്നല്ലാതെ ഇത്രയും സമയമായിട്ട് ഈ പാവന്മാർ പൈസ എന്ന ആൾക്കാർ വന്നാലേ അവർക്ക് എന്തെങ്കിലും ബലിയിട്ടിട്ട് പോകാനുള്ള സംവിധാനം അതിനകത്തുണ്ടോ? ഇപ്പം ഒരു കാശ് മാത്രം മതിയോ? എത്ര മണിക്കൂറായിട്ട് നിൽക്കുന്നത്? ഞാൻ 3 മണിക്കൂർ കൊണ്ട്.
മുമ്പൊന്നും ഇങ്ങനെ ഒരു വന്നാണ് നമുക്ക് 100 രൂപയും ഏതെങ്കിലും കൊടുക്കണം. അവനൊക്കെ ഇത് എന്തൊരു സംവിധാനം ഇത്. ഇഷ്ടം പോലെ സ്ഥലം കിടപ്പുണ്ട്. കുറേ കൂടെ അങ്ങോട്ട് സൗകര്യപ്പെടുത്തിക്കൂടാ ഇവനൊക്കെ. ഇവര് കൂടുതലും പൈസ എന്നൊരു സംവിധാനം ഇല്ലല്ലോ ഇവർ.